ഹായ് ഓൾ അസ്സലാമലൈക്കും. എന്താണ് വിശേഷം? സുഖമാണോ? അപ്പോൾ ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ട് വന്ന കേട്ടോ. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ ഇന്ന് സംസാരിക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം ഞാൻ 4:30 എണീറ്റതാണ്. നിസ്കാരം കഴിഞ്ഞ് പിന്നെ വീണ്ടും കിടന്ന് ഇപ്പോൾ ഇവിടെ 6:58 വെളുപ്പിനായി. വെളുപ്പിന് പറഞ്ഞാൽ നേരം വെളുത്ത്. അപ്പോൾ ഇന്ന് ഡ്യൂട്ടിക്ക് പോകണം. പിന്നെ ചായ കുടിക്കാൻ പോകണം. താഴത്തേക്ക് ഒരു 7:45 ആകുമ്പോഴത്തേന് പോകണം. അപ്പോൾ എൻ്റെ കോട്ടാട്ടോ അവിടെ കാണുന്നത്. പിന്നെ എൻ്റെ സാധനങ്ങൾ, ഡ്രസ്സുകൾ, പെട്ടികൾ ഇതൊക്കെ കേട്ടോ. അതാട്ടോ എൻ്റെ റൂം വരുന്നത്. പിന്നെ ഇപ്പം എന്താ പറയുക വന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, നല്ല നല്ല കമൻസ് ഒക്കെ കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ എ സി ഇട്ടില്ല, നല്ല തണുപ്പായതുകൊണ്ട് എ സി ഓഫാക്കി ആയിരുന്നു. നല്ല ടൈം എ സി. അപ്പോൾ ഇവിടെ ചെറിയൊരു ഇതുണ്ട് കേട്ടോ. പുറത്തൊക്കെ ഇങ്ങനെ ഒരു വ്യൂ കേട്ടോ. ഇവിടെ ഗ്ലാസ്സുകളൊക്കെ ഇതൊക്കെ ഉണ്ട്. ഒരു മിനിറ്റ് തുറക്കട്ടെ. 10 മണികളെ ഈ ഒരു ചെറിയൊരു ജനൽ, അതിന് ചെറിയ ബാൽക്കണി എന്ന് പറയും കേട്ടോ. ഇത് തുറന്നാൽ ഇവിടുത്തെ വ്യൂ കണ്ടത് സൗദി അറേബ്യ മൊത്തം കാണാം. ഫുള്ളായിട്ട് കാണാം കേട്ടോ. ആ തല വരെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് താഴെയാണ് നമ്മളെ റെസ്റ്റോറൻറ്റ് വരുന്നത് കേട്ടോ, താഴെ. അപ്പോൾ കുറേ ഈ ബിൽഡിങ്ങിൽ തന്നെ ഒരുപാട് ഫാമിലീസ് ഉണ്ട് കേട്ടോ. ഈ ഒരു ഫ്ലാറ്റിൽ തന്നെ, ഞാൻ നിൽക്കുന്ന ഫ്ലാറ്റിൽ തന്നെ ഒരുപാട് മലയാളി ഫാമിലീസ് ഉണ്ട്. പിന്നെ മലയാളികളല്ലാത്തവരും ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ. ചൂടാണ്, നല്ല ചൂടാണ് പുറത്ത്. നല്ല ചൂടാണ്. നമുക്കത് ക്ലോസ് ചെയ്യാം, അതാവും നല്ലത്. ഞാനൊന്ന് ക്ലോസ് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ക്ലോസ് ചെയ്ത്. ഇതാട്ടോ ഞാൻ കിടക്കണ ബെഡ് വരുന്നത്. ഒരാൾക്ക് മാത്രം കിടക്കാൻ കഴിയുള്ളൂ ഉണ്ടോ. ഇതാണ് ഞാൻ കിടക്കണ ബെഡ്. ഇപ്പോൾ ഇതിനോട് ഒരു അയൺ ബോക്സും മേശയുണ്ട്. പിന്നെ ഒരു ഡോറ്, ഞാൻ ഇടുന്ന കോട്ട്, പിന്നെ താഴെ എൻ്റെ ഷൂ ഉണ്ട്. സാധനങ്ങളൊക്കെ അവിടെ വെച്ചാണ്. പെട്ടി ഇത് അവിടെ വെച്ചാണ്. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റൂമാട്ടോ. നിലത്ത് ഞാൻ ഡ്രസ്സ് വാങ്ങിച്ചില്ലേ, അതിൻ്റെയൊക്കെ ഇതാണ് കേട്ടോ ഉള്ളത്. ഓക്കെ, എന്നിട്ട് ഞാൻ ആ ജനലുറങ്ങുന്നുണ്ട്. നല്ല ചൂടുണ്ട് ഏസിലൊക്കെ. അപ്പോൾ കുറച്ച് കാര്യം പറയാണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞതാണ്. എന്താ വെച്ചാൽ, ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ്, ഞാൻ ക്യാമറ നോക്കി നിർത്താൻ പറയാം. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ടിക്ടോക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടത്. ചുരുങ്ങിയതൊരു 25 ദിവസത്തോളമായിട്ടുണ്ടാവും. ഒരു മാസം ആവാനായി എന്ന് തന്നെ പറയാം ടിക്ടോക്ക് എടുത്തിട്ട്. അപ്പോൾ ടിക്ടോക്ക് എടുത്തപ്പോൾ അതിൽ നമ്മളെ നാട്ടിലത്തതാണെങ്കിലും പിന്നെ അറിയാത്തവരാണെങ്കിലും ഒരുപാട് പേരുണ്ട്. കാരണം ഇപ്പം എനിക്ക് ടിക്ടോക്കിൽ 10,000-ഓളം ഫോളോവേഴ്സ് ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ മാഷാഅല്ലാഹ് അത്യാവശ്യം വീഡിയോസൊക്കെ കയറി പോകുന്നുണ്ട്. ഞാനിങ്ങോട്ട് വന്ന വീഡിയോ, ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ 69,000 വ്യൂസോളം എനിക്കതിന് കിട്ടി. അത്യാവശ്യം നല്ല ലൈക്കും കിട്ടി. അങ്ങനെ അതേപോലെ ഞാൻ ഒരുപാട് പാട്ട് പാടി ഇടലുണ്ട്, പിന്നെ സാധാ വീഡിയോസ് ഇടലുണ്ട്, പിന്നെ ഫുഡിൻ്റെ കൊളാബും കാര്യങ്ങളും പരസ്യം അതൊക്കെ ഇടലുണ്ട്. അപ്പോൾ ഈ അറിയുന്ന ആളുകൾ ഒരുപാട് പേര് അതിലിങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എടുത്ത് നോക്കുന്നില്ല, ഞാൻ കാണുന്നുണ്ട് മെസ്സേജ് അയക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും എടുത്ത് നോക്കാതെ എങ്ങനെ മെസ്സേജ് കാണാൻ. എൻ്റെ ടിക്ടോക്ക്, എൻ്റെ ഫോണിൽ ടിക്ടോക്ക് ഉണ്ട് ശരിയാണ്. പക്ഷേ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ വേറെ ഒരാളെ കൊണ്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, അതിലൊരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വരുന്നുണ്ട്, കമൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ അറിയുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകളും അങ്ങനെ ഒരുപാട് പേരുണ്ട്.
അപ്പോൾ ചുരുക്കം പറഞ്ഞതാണ്. അങ്ങനെ ടിക്ടോക്കിൽ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റയിൽ ഇപ്പോൾ 2 ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ല. 2 ദിവസമല്ല, ഒരു ദിവസമായിട്ട് ഇന്നലെ ഒന്നും വീഡിയോ ഇട്ടിട്ടില്ല. ഇടണം ഇൻഷാ അല്ലാ. പിന്നെ യൂട്യൂബിൽ ഇപ്പോൾ വീഡിയോസൊന്നും അങ്ങനെ ഇടാൻ കഴിയണേ ഇല്ല. കാരണം അറിയാലോ, നല്ല തിരക്കാണ്. പിന്നെ ഞാൻ റെസ്റ്റോറൻറ്റിലാണ്. റെസ്റ്റോറൻറ്റിൽ ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, എനിക്ക് എന്താ ജോലി എന്നുള്ളതൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. ഞാനിവിടെ ഒരു വെൽക്കം ഗേളുമാണ്. പിന്നെ അതുപോലെ തന്നെ വീഡിയോസ് കാര്യങ്ങൾ എടുക്കുക, അവർ ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം റിവ്യൂവും കാര്യങ്ങളും എടുക്കുക. പിന്നെ വെറൈറ്റി ഡിഷുകൾ പേരുകൾ പറഞ്ഞിട്ടും അതിൻ്റെ വീഡിയോസ് കാണിച്ചിട്ടും കൊളാബ് കാര്യങ്ങൾ ചെയ്യുക, അവരെ ഹോളിഡേയ്സിൻ്റെ പേര് വെച്ചിട്ട്. അങ്ങനെ അതൊക്കെ തന്നെയാണ് എൻ്റെ ജോലി. പിന്നെ ഒരു വിഷമം എന്താ വെച്ചാൽ, നാട്ടിൽ വിളിക്കുമ്പോൾ വീട്ടിലുള്ളവരൊക്കെ ഓരോന്ന് പറയാണ്. ചില ആളുകൾ, ആരാന്നൊന്നും പറയണമെന്നില്ല, ചില ആളുകൾ ഇന്ന അവിടെ കണ്ടു ഇവിടെ കണ്ടു, സൗദി അറേബ്യയിൽ ബാറുണ്ട്, അതുണ്ട്, മണ്ണാങ്കട്ടുണ്ട്, തേങ്ങ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഈ സൗദി അറേബ്യയിൽ എവിടെയാണ് ബാറുള്ളത്? പിന്നെ ഏത് ബാറിൽ വെച്ചിട്ടാണ് കണ്ടത്? പിന്നെ വേറെ ആരൊക്കെ കൂടെ എന്നെ കണ്ടു എന്ന് പറഞ്ഞു, അത് ആരെ കൂടെയാണ്, അതൊക്കെ എനിക്കറിയണം. അങ്ങനെ അപ്പോൾ ഞാൻ എന്താ പറയുക, ഇവിടെ വന്നതിന് ശേഷം ജോലി റൂം ഈ ഒരു പാറ്റേണിലാണ് ഞാൻ ഇപ്പോൾ പോണത്. വേറെ എവിടെ പോകാൻ എനിക്ക് നേരമല്ല. പിന്നെ എന്നെ എവിടെ വെച്ച് കണ്ടു എന്നാണ് ഈ ആളുകൾ പറയണത് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്നെ എവിടെ വെച്ച് കണ്ടു എന്നുള്ളത് എനിക്ക് കാണിച്ചു തരണം. പിന്നെ ഈ പറയണ ആരും, നാട്ടുകാരാവട്ടെ ആരും ആവട്ടെ, ഈ പറയണ ആരും ഒരുത്തരും നമുക്കൊന്നും കൊണ്ടുവന്നിരില്ല. നമ്മളുണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. ഞങ്ങളെ ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. അതും ഇക്കാൻ്റെ ഫുൾ സപ്പോർട്ട്, വേറെ ആരുടെ സപ്പോർട്ട് എനിക്കില്ല. ഇക്കാൻ്റെ സപ്പോർട്ട് മാത്രമേ എനിക്കുള്ളൂ. ഞാനിങ്ങനൊരു ആഗ്രഹം പറഞ്ഞു നിൽക്കാം, എനിക്കിങ്ങനെ ഗൾഫിൽ പോകണം, നമുക്ക് വീടൊക്കെ വെക്കണം. വീടൊക്കെ വെച്ച് എന്താ പറയുക, ഇവിടെ വന്നാൽ, നാട്ടിൽ നിന്നാലും നിങ്ങൾക്കറിയാലോ, നാട്ടിലൊരു ജോലി ചെയ്താൽ പോട്ടെ. ഞാൻ ഫാൻസിയിൽ വർക്ക് ചെയ്ത സമയത്തൊക്കെ എനിക്ക് ആകെ 7000 റുപ്യ ഒരു മാസം. അതുകൊണ്ട് എന്താവാനാണ്? ആളുകൾ വിചാരിക്കും, ആളുകൾ പലതും പറയും, അവരെ ഒരിക്കലും കൂട്ടാൻ പറ്റില്ല. പക്ഷേ അവനാൻ്റെ കാര്യം നോക്കുക, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതെ മറ്റുള്ളവരെങ്ങനെയും ജീവിച്ച് പോയിക്കോട്ടെ, ആ ഒരു മൈൻഡിലെടുക്കുക. പക്ഷേ ഇത് ഒരാളെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുക, അതിന് സത്യമാണോന്നൊന്നും അറിയില്ല, പറഞ്ഞ് നടക്കണുണ്ടോയെന്നൊന്നും അറിയില്ല. പക്ഷേ ഞാൻ അങ്ങനെ കേൾക്കണുണ്ട്. ഞാനിങ്ങനെ നാട്ടിൽ കോൾ ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ കേൾക്കണുണ്ട്, അങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ പറയുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ എനിക്ക് ഇന്നെ അറിയാം, ഞാനൊരു ഉംറ ചെയ്താണ്. അപ്പോൾ എനിക്ക് ഇന്നെ അറിയാം. ഞാനറിയണത് നേരം വെളുത്തെണീക്കും, സുബഹിസ്കരിക്കും, പിന്നെ കുറച്ച് നേരം കിടക്കും. പിന്നെ എനിക്ക് ഡ്യൂട്ടി വരുന്നത് ഉച്ചയ്ക്ക് 1 മണിക്കാണ്. അപ്പോൾ ആ സമയമാകുമ്പത്തിന് ഞാൻ ഡ്യൂട്ടിക്ക് പോയാൽ മതി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ എല്ലാ ജോലികളും, എൻ്റെ ജോലി പറഞ്ഞാൽ ചിലപ്പോൾ അലക്കാണ്ടാവും, ചിലപ്പോൾ ഞാൻ എൻ്റെ റൂം ക്ലീൻ ചെയ്യും, വേറെ ഒന്നും എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ക്ലീൻ ചെയ്യും, പിന്നെ നിസ്കരിക്കും. പിന്നെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യം എനിക്കില്ല. ഖുർആൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് ഫോണിലാണ് ഖുർആൻ്റെ MP3 ഉള്ളത്. അപ്പോൾ അത് ഓതാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാനത് ഫോണിൽ ഇട്ടിട്ട് പ്ലേ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ അതിൻ്റെ കൂടെ ഇരുന്ന് ഓതല, അങ്ങനെയൊക്കെ ചെയ്യില്ല. പക്ഷെ അതൊന്നും എനിക്ക് ഇങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞെന്നുള്ളൂ, ഞാനിങ്ങനെ ഓരോന്ന് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞ. അപ്പോൾ എന്താ പറയുക, എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് വീട് എന്നുള്ളത്. അതെനിക്ക് എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞാൽ നല്ല ഹലാലായ രീതിയിൽ ജോലി ചെയ്തിട്ട് വീട് വെക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം അതിലേ ഒരു ഇതുണ്ടാവുള്ളൂ, ബർക്കത്തുണ്ടാവുള്ളൂ. അപ്പോൾ പലരും പലതും പറഞ്ഞ് നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ പറഞ്ഞ് നടക്കണമെന്നോടാണ് പറയണത്, നിങ്ങളെ കാര്യം നോക്കുക, എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ വയ്ക്കും. ഈ പറയുന്ന ആളുകളാണോ ഇന്നെ ഇങ്ങോട്ട് എത്തിച്ചത്? ആണോ? ഞാനും എൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെയും സ്വന്തം റിസ്കിലാണ് ഞാൻ അവിടെ വന്നിരുന്നത്. അല്ലാണ്ട് ഈ പറഞ്ഞ ഒരുത്തന്മാരും ആരാന്നൊന്നും പറയണില്ല, ഈ പറയുന്ന ആളുകൾ ആരുമല്ല ഇവിടെ കൊടുക്കുന്നത്. അത് കേട്ടോളൂ കേട്ടോ. അപ്പോൾ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി എന്നറിയാം. പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ ഭാഗം സംസാരിക്കണമെന്ന് തോന്നി, ഞാൻ സംസാരിച്ചു. യൂട്യൂബിലൊക്കെ വീഡിയോ വന്നിട്ട് ഒരുപാട് പറഞ്ഞാൽ 4 ദിവസമോ 5 ദിവസമായിട്ട് ആയി ഒന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ
നമ്മളെ ഇഷ്ടപ്പെടുന്ന ഫാമിലീസ് ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. അവർ ഈ ഹോളിഡേയ്സ് റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഫുഡ് കഴിച്ചു, ഇന്നെ കണ്ട് സംസാരിച്ചു. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ഒരു ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒത്തിരി സന്തോഷം നേരിട്ട് കണ്ടതിൽ. പിന്നെ പിന്നെ എന്താ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട്. ഇന്നലെ ചെറുതായിട്ട് തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഗുളിക കുടിച്ചപ്പോൾ ഭയങ്കര ക്ഷീണം ഗൈസ്. അത് മറ്റേ പെനഡോളല്ലേ, അപ്പോൾ ഭയങ്കര ക്ഷീണമുണ്ട്. പിന്നെന്താ പറയുക, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഇപ്പോൾ സമയം 7:10. ഇപ്പോൾ ഞാൻ ഡ്രസ്സ് ആ ചുരിദാറിട്ട് താഴെ പോയിട്ട് ചായ കുടിക്കും, തിരിച്ച് വരും. എന്നിട്ട് പിന്നെ കറക്റ്റ് 1 മണിയാകുമ്പോൾ ഡ്യൂട്ടിക്ക് പോവും. എന്നിട്ട് പിന്നെ ഒരു 4 മണി അല്ലെങ്കിൽ 4:30, നല്ല തിരക്കാണെന്നുണ്ടെങ്കിൽ 4:30ക്ക് ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വരും. എന്നിട്ട് പിന്നെ 7:45, ചിലപ്പോൾ 7:30, ആ ഒരു കറക്റ്റ് ടൈമല്ല, ആ ഒരു സമയത്ത് പോവും ഞാൻ. എന്നിട്ട് പിന്നെ ഒരു 12:30, 12:45 ആകുമ്പോൾ വരും. ചിലപ്പോൾ തിരക്ക് വ്യാഴം വെള്ളി ശനിയൊക്കെ നല്ല തിരക്കാണ്. ആ സമയമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1 മണി 1:15 ആവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. പിന്നെന്താ, അപ്പോൾ വീണ്ടും ഇങ്ങനെ പറയണേ, പലരും നമ്മളെ കുറ്റപ്പെടുത്താനും നമ്മളെക്കുറിച്ച് ഓരോന്ന് പറയാനും കളിയാക്കാനും ഒരുപാട് പേരുണ്ടാവും. പക്ഷേ ഈ കളിയാക്കുന്നവർക്കൊക്കെ കളിയാക്കിക്കൊണ്ടേ ഇരിക്കുക. അവരാരും നമുക്കൊന്നും കൊണ്ടുവന്നു തരില്ല. നമ്മളുണ്ടാക്കിയ നമുക്കുണ്ടാവും, അതത്രേ ഉള്ളൂ. പിന്നെ എന്താ വാരിക്കോരി ഉണ്ടാക്കണമെന്നില്ല. എനിക്കൊരാഗ്രഹം എന്താ, വീട് വെക്കണം എന്നാണ്. അപ്പോൾ എന്താ പറയുക, ഇൻഷാ അല്ലാ പഠിച്ചോൻ്റെ വിധി ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വീടാവും ഇൻഷാ അല്ലാ. ഞാനിപ്പോൾ ആ ഒരു ഇതിലാണ് പോണത്. എല്ലാം പഠിച്ചോണ്ട് വിട്ടു കൊടുക്കല്ല, കുറച്ച് പഠിച്ചവർക്ക് കുറച്ച് നമ്മളും പരിശ്രമിക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ ഇല്ലാത്തത് ആര് പറയുകയാണെങ്കിലും അത് അവരനുഭവിക്കും. ഞാൻ അത്രയും വിഷമം കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. കാരണം ഞാൻ വീട്ടിലൊക്കെ വിളിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട് അവർ പറഞ്ഞിട്ട്. അപ്പോൾ ഇല്ലാത്തത് ആര് പറഞ്ഞാലും, ഇതിനെക്കുറിച്ച് ഇല്ലാത്തത് ആര് പറഞ്ഞാലും അത് അവർ എപ്പോഴെങ്കിലും ഒരിക്കൽ അനുഭവിക്കും, അത് ഉറപ്പാണ്. അതിൻ്റെ കണ്ണിൽ കാണുകയും ചെയ്യും. കാരണം ഞാനിവിടെ എങ്ങനെ കഴിയണത് എന്നുള്ളത് എനിക്കറിയാം. പിന്നെ ഇക്കാൻ്റെ ഫ്രണ്ടും ഫാമിലിയും ഓരിവിടെ ഉണ്ട്. പിന്നെ എൻ്റെ റൂമിൽ നേരെ അപ്പുറത്താണ് എൻ്റെ ഇവിടെ ഒരു ഫ്രണ്ട് ഉണ്ട്, നേഹ പറഞ്ഞിട്ട്. അവളും അവളെ ഹസ്ബൻഡും ഒക്കെ ഒരുമിച്ചാണ്. അപ്പോൾ അവൾക്കും അറിയാം ഞാൻ എങ്ങനെയാണ്, ഇവിടെ എങ്ങനെയാണ്, എന്താണ് ഞാൻ എല്ലാവരോടും എങ്ങനെയാണ് പെരുമാറണമെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പോൾ മറ്റുള്ളവർ അത് പറയുന്നുണ്ട് കരുതിയിട്ട് ഞാൻ എൻ്റെ ഈ ഒരു ക്യാരക്ടറിനെ ഒരിക്കലും മാറ്റൂല. ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇനി മറ്റുള്ളവർ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു കരുതിയിട്ട് ആ ഒരു ക്യാരക്ടർ മാറ്റാൻ പറ്റില്ല. ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെ ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ഉള്ളൂ. അല്ലാണ്ട് ഒരിക്കലും റീലല്ല റിയൽ എന്നറിയില്ലേ, അതേപോലെ. ഓക്കെ, ഈ ഒരു എന്താ പറയുക, ചിലപ്പോൾ ഒരു ലോങ് വീഡിയോ എന്ന് പറയണത് ചിലപ്പോൾ ചുരുങ്ങിയത് ഒരു 25 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റ്, ചിലപ്പോൾ അതിൽ കൂടുതലാവാം. അത്രയല്ലേ നിങ്ങളെല്ലാവരും എന്നെ കാണുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് റിയലായിട്ട് നിങ്ങൾ ആരും എന്നെ കാണുന്നില്ലല്ലോ. നിങ്ങൾക്കൊക്കെ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ആരോടും പറയണമെന്നില്ല. പണ്ട് ഞാനതൊക്കെ പറഞ്ഞിരുന്നത് ലൈവും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറയലുണ്ട്. പക്ഷേ ഇപ്പോൾ ആരോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളായിട്ട് ഒരു പ്രശ്നത്തിനും പോവാതിരിക്കുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സോൾവ് ചെയ്യുക. പിന്നെ മാക്സിമം മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക. ഞാൻ ആരുടെ കാര്യത്തിൽ ഞാൻ ഇടപെടലില്ല. എൻ്റെ കാര്യത്തിൽ ഇടപെടാനും ആരും എൻ്റെ കാര്യത്തിൽ ഇടപെടാനും എനിക്ക് ഇഷ്ടമല്ല. പിന്നെ നമ്മളെ അതിൻ്റെ ഇടയിൽ ഇക്ക വിളിച്ചാട്ടോ. അപ്പം ഞാനിനി അയ്യോ എൻ്റെ അമ്മ ചുരിദാറൊക്കെ ഇട്ടിട്ട് ചായ കുടിക്കാൻ പോകട്ടെ. ചായ കുടിച്ച് വന്നിട്ട് ചായ കുടിക്കാൻ പോകുമ്പോൾ കുറച്ച് പുറത്തത്തെ വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, പിന്നെ വേറൊരു കാര്യം ഉണ്ട്, ഇപ്പോഴാണ് ഓർമ്മ വന്നത്. പിന്നെ ചില ആളുകളെ വിചാരം കേട്ടോ, ഒരു മിനിറ്റ് ഇക്ക പിന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ ചുരിദാറൊക്കെ ചടപടാനും മാറ്റി
ഇനി ഞാൻ ചാടിക്കാൻ പോകട്ടോ. ഇത് ഓഫാക്കട്ടെ. AC ഓഫാക്കട്ടെ. ലൈറ്റ് ഓഫാക്കണം. ചാവി എടുക്കണം. എൻ്റെ ഷർട്ടും ഒരു കുപ്പായ കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ ലിഫ്റ്റ് കയറാം. മാത്രം നടക്കട്ടോ. ഓക്കെ. അപ്പോൾ ഇവിടെ ലിഫ്റ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ 2 ലിഫ്റ്റ്. 2 ലിഫ്റ്റ് ഉണ്ട്. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം മറ്റേ ലിഫ്റ്റ്. ഇവിടെയൊക്കെ ഫാമിലീസ് താമസിക്കുന്നത് കേട്ടോ. ഈ ലിഫ്റ്റാണ് എനിക്കിഷ്ടം. നല്ല ചൂടാണ് പുറത്ത്. നല്ല ചൂടാണ്. ഞാൻ ഈ ചാടിച്ചിട്ട് നേരെ കണ്ടന്നെ വരും. എന്നിട്ട് ഞാൻ വേഗം കുളിക്കണം. പിന്നെ അലക്കാൻ ഞാൻ ഇട്ട ഡ്രസ്സ് തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല അലക്കാൻ. ഒന്നും വരാത്ത ടൈം കിട്ടാനും 16ാമത്തെ നിലയിലാണ് ഞാൻ. എല്ലാവരും ഉറങ്ങണം. തുറക്കും അല്ലെങ്കിൽ ഇത് തുറക്കും. പറ്റുള്ളത് 16ലാട്ടോ. ഇവിടുത്തെ ചൂടോട് ഇതിൻ്റെ മുഖത്ത് നിറച്ച് പിമ്പിൾസ് ഉണ്ടായിരുന്നു. ചൂട് കാരണം നല്ല ചൂടാണ് പുറത്ത്. ഭയങ്കര ചൂടാണ്. ഈ താഴെ പോയിട്ട് ചായ പിടിച്ചിട്ട് കാണാം. അല്ലെ വേണ്ട, ഒരുമിച്ച് എല്ലാവർക്കും പോവാം. ഞങ്ങൾക്കും കാണാനൊരു ബുദ്ധിമുട്ടാകുമല്ലോ അല്ലേ. പിന്നെ എന്താണ് വിശേഷം? ഓപ്പണാവും. ഈ ലിഫ്റ്റ് ഇടക്ക് സ്റ്റെക്കാവും ഗൈസ്. ഓപ്പണായി. പുറത്തത്തെ വ്യൂ കാണിച്ചാൽ എൻ്റെ മുഖം കാണണ്ടേനി. അതാ പുറത്തത്തെ വ്യൂ. ഇവിടെ ഒരു മിററുണ്ട് കേട്ടോ. എനിക്ക് ഈ മിറർ ഭയങ്കര ഇഷ്ടം. ഞാൻ ഇടയ്ക്ക് ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് വന്ന് നോക്കും ഇതിൽ. അതാണ് പുറത്തത്തെ വ്യൂ. ഷോപ്പൊന്നും തുറന്നിട്ടില്ല. ആഹാ, നമ്മളെ ഷോപ്പ് തുറന്നിട്ടില്ലേ? തുറന്നിട്ടുണ്ടാവുമല്ലോ. ചായൻ്റെ അവിടെ ക്ലോസാണ്. തുറന്നുകൂടെ നോക്കട്ടെ. യെസ്, തുറന്നിട്ടില്ല. ഇപ്പോൾ വരും. അപ്പോൾ ഗൈസ് ഷോപ്പ് തുറന്നിട്ടില്ല. സാധാരണ 7:15 7:30 ആകുമ്പത്തിന് തുറക്കലുണ്ട്. പക്ഷേ ഇന്ന് നമ്മളൊരു സ്റ്റാഫിന് വയ്യ, പനിയാണ്. അപ്പോൾ ചിലപ്പോൾ അതായിരിക്കാം നേരം വൈകിയത്. സാധാരണ തുറക്കുന്ന ആളുകൾ വരുന്നേ, അപ്പോൾ ഒന്ന് വേറെ ആളെ തുറക്കുന്നുണ്ടാവുക, അതായിരിക്കാം. പുറത്തെ വ്യൂ ആട്ടത് നമ്മളെ ഹോളിഡേയ്സ്. ആളുകൾ പലതും പറയുന്നുണ്ടായിരുന്നല്ലോ. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഈ ഹോളിഡേയ്സിനെ കുറിച്ച്. ഹോളിഡേയ്സ് പറഞ്ഞത് ഇവിടെ മാത്രമല്ല, വയനാട്ടിലുണ്ട്. ഈ ജിദ്ദയിൽ ഇത് 2ാമത്തെ കേട്ടോ. ജിദ്ദയിൽ ഇവിടെ ഉണ്ട്. ഇത് ഷറഫിയാണ്. ഷറഫിയ ഷാറ തോബ എന്ന സ്ഥലത്താണ്. പിന്നെ ഉള്ളത് ഇവിടെയാണ്. എന്താ പേര്? ഈ ഇവിടെ തന്നെ ഈ ജിദ്ദയിൽ 2ാമത്തെയാണ് ഈ ഹോളിഡേയ്സ്. ഓക്കെ, ബലദിലും ഉണ്ട് കേട്ടോ. ബലദിലാണ് ഫസ്റ്റ് വന്നത്. ഇവിടെ വന്നത് 2ാമത്തത്. പിന്നെ ഇവിടെ ഉണ്ട്, വയനാടുണ്ട്. ഓക്കെ, അപ്പോൾ ഹോളിഡേയ്സിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്യുക കേട്ടോ. എന്നിട്ട് പലതും പറഞ്ഞ് ഉണ്ടാക്കുന്നുണ്ടല്ലോ കുറേ ആൾക്കാർ. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് പിന്നെ മറ്റുള്ളവരെ വിലയിരുത്തിയാൽ മതി. പിന്നെ അതുപോലെ ചില ആളുകൾ കേട്ടോ, ചില ആളുകൾ പറഞ്ഞിട്ടാണ് എന്നെ പലയിടത്തുനിന്നും കണ്ടുവെന്ന്. അത് എവിടെ നിന്നാണ് കണ്ടെന്നുള്ളത് എനിക്കറിയണം. ഞാൻ ജോലി ഡ്യൂട്ടി റൂം പിന്നെ എനിക്ക് എവിടെ പോകാൻ നേരമില്ല.
എന്തിനാ വെറുതെ ഒരാളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കിയിട്ട് എന്ത് കിട്ടാനാണ് നിങ്ങൾക്ക്? പക്ഷേ ഈ പറഞ്ഞവരൊക്കെ ഒരു കാലത്ത് അനുഭവിക്കും, അത് ഉറപ്പാണ്. ഒരാളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടെന്നുണ്ടെങ്കിൽ അവരനുഭവിച്ചിട്ടേ പോവുള്ളൂ. അത് എനിക്ക് അത്രയും വിഷമമായിട്ടുണ്ട്. കാരണം ഞാൻ വീട്ടിലൊക്കെ വിളിച്ച സമയത്ത് ഞാൻ ഓരോന്ന് കേട്ട്. അപ്പോൾ അത് ശരിയല്ലാത്ത കാര്യം ആയതുകൊണ്ടാണ് ഞാനിതിൻ്റെ എനിക്ക് അത്രയും വിഷമമായതുകൊണ്ട് മാത്രമാണ് ഞാൻ വ്ളോഗിൽ ആ കാര്യം പറഞ്ഞത്. കാരണം എല്ലാവരും എൻ്റെ വ്ളോഗ് കാണാനാണ്, കുടുംബക്കാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും എല്ലാവരും എൻ്റെ വ്ളോഗ് കാണാനാണ്. എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, എനിക്കെല്ലാവരും ഒരുപോലെയാണ്. ഞാൻ എല്ലാവരും ഒരുപോലെ തന്നെ കാണുന്നത്. അപ്പം ഇനി ഡോറൊക്കെ തുറക്കും. ഞാൻ ചായ എടുക്കാൻ പോകണം. ലൈറ്റൊക്കെ ഇട്ട് ലൈറ്റ് ഇട്ട് ഓക്കെ. ഇനി ചായ അടിച്ചിട്ട് നേരെ റൂമിൽ പോകണം. അപ്പം ചായ എടുക്കുമ്പോൾ കാണാം കേട്ടോ. റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളാട്ടത് മുകളിലുണ്ട്, ഓരോരുത്തർ വരുന്നുണ്ട്. ഞാൻ അപ്പോൾ ചായ എടുക്കൊണ്ടിരുന്നുണ്ടോ. ഇതാണ് നമ്മളെ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ കേട്ടോ. കിച്ചൺ ഏരിയ. ഇവിടെ ഓത്തിട്ട് പോകണം, മേലെ കയറാം. ഓത്ത് കേൾക്കുമ്പോൾ തന്നെ ഒരു സമാധാനം ഗൈസ് മനസ്സിൽ. ഞാൻ ഫോണിൽ സത്യം പറയല്ലോ, ഞാൻ MP3 ഇട്ടിട്ട് കേൾക്കും. ഖുറാൻ കൊടുത്തിട്ടില്ലല്ലോ. മദീനത്ത് പോകുമ്പോൾ ഖുറാൻ വാങ്ങണമെന്നുണ്ട്. ഇത് മുകളിലത്തെ ഏരിയ കേട്ടോ. ഇവിടെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ലൈറ്റ് ഇട്ടിട്ടില്ല. ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ ഇവിടെ ഇരിക്കല് കേട്ടോ. യാസീനെ ഇട്ടണേ. ഉച്ചയാകുമ്പോൾ ഇതിനൊക്കെ നല്ല തിരക്കാവും കേട്ടോ. പിന്നെ ഇവിടെ വാശേരി കേട്ടോ, ആ ഭാഗത്ത് താഴത്ത് പോവാം. ചായ കുടിച്ചൊക്കെ തന്നെ വേഗം ഓടും ഞാൻ റൂമിലേക്ക്. അപ്പോൾ കണ്ടില്ലേ എല്ലാവരും. കാരണം ആളില്ലാത്ത സമയത്ത് എനിക്ക് ഇങ്ങനെയൊക്കെ വീടെടുക്കാൻ പറ്റുള്ളൂ. നല്ലതായിട്ട് ഐസ്ക്രീമിൻ്റെ ഒരു ഐസ്ക്രീം കഴിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ പുറത്തത്തെ വ്യൂ ഇവിടുന്ന് കാണാം കേട്ടോ. പിന്നെ താഴത്തേക്ക് പോകാം. ചിലപ്പോൾ ഇനി ഈ വോയിസ് കേട്ടാൽ എന്തെങ്കിലും ഓത്തിൻ്റെ ഇത് കേട്ടാൽ എന്തെങ്കിലും പ്രശ്നം വരും അറിയില്ല. ചിലപ്പോൾ ഞാൻ ഓൺ വോയിസ് കൊടുക്കട്ടതിന്. ഓൺ വോയിസ് അല്ല, റെക്കോർഡിങ് കൊടുക്കണം. പേരക്കുണ്ട്, മാങ്ങുണ്ട്, നെല്ലിക്കുണ്ട്, വീണ്ടും മാങ്ങുണ്ട്. നൊസ്റ്റാൾജിയ മിഠായികളുണ്ട്. അപ്പം ഞാൻ ഷോപ്പിൽ നിന്ന് ചായ കുടിക്കാൻ നിന്നില്ല കേട്ടോ. ഞാൻ ചായ അങ്ങോട്ട് കൊടുന്നു, റൂമിൽ നിന്ന് കുടിക്കരുത്. ഞാനിപ്പോൾ എന്താ ചായ, നല്ല പാൽ ചായ. എൻ്റെ ലിഫ്റ്റ് തുറക്കാത്ത ഒരു മിനിറ്റ്. ഇന്നലെ ഞാൻ പൊറോട്ട കഴിച്ചു കഴിച്ചു, അതുകൊണ്ട് എനിക്ക് വലിയ വിശപ്പൊന്നുമില്ല. പക്ഷെ ചായ കിട്ടിയാൽ സുഖമായിരുന്നു. ലിഫ്റ്റ് തുറയാതെന്താ. അപ്പം ഞാൻ നേരെ ചായ കുടിച്ചിട്ട് നേരെ വീട്ടിൽ പോകുന്നേ റൂമിൽ പോയിട്ട് കുറച്ച് പണികളുണ്ട്. കുറച്ച് പണികളാൽ കുളിക്കണം. നമുക്ക് അപ്പുറത്തെ ലിഫ്റ്റ് തുറന്നു നോക്കാം. ഒരു കയ്യിൽ ചായ, ഒരു കയ്യിൽ ഫോണ്. ഞാൻ ലിഫ്റ്റിൽ അവിടെ എത്തിയിട്ട് റൂമിലെത്തിയിട്ട് കാണാം. തട്ടപ്പ ചാടുക്കാലേന്ന് ആരോ വരുന്നുണ്ട് ഈ ലിഫ്റ്റ്. നമുക്ക് പോവാം. എനിക്ക് ഈ ലിഫ്റ്റിൽ കയറാൻ പേടിയാണ്. കാരണം ഇത് എപ്പോഴും കുടുങ്ങും. ചായ ഇവിടെ വെക്കട്ടെ. നിലത്ത് വെക്കണ ചായ തട്ടടാനാണ്. പിന്നെന്താണ് വിശേഷം? ചൂടാണ് ചായ. പത്തെത്തി. ഞാൻ കൂടെ
ഞാൻ അവർക്ക് ലിഫ്റ്റ് അന്ന് വ്ളോഗ് നിങ്ങൾ കണ്ടതല്ലേ, ലിഫ്റ്റ് ഇതായിട്ട് ഡോറ് തുറക്കണം, എന്നിട്ട് എനിക്ക് ഉള്ളിൽ കയറാനുള്ളൂ. ആക്കോൻ്റെ കയ്യിലുണ്ട്, ഡോർ തുറന്നിട്ട് കാണാം. അപ്പോൾ ഗൈസ് പുറത്ത് പെരും ചൂട്. ഞാൻ റൂമിലെത്തിട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ചായ കുടിക്കും. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ പോവും. നല്ല മുടി ഉണങ്ങുള്ളൂ. കുട്ടികളെ സ്കൂൾ ഗ്രൂപ്പിൽ നിന്ന് ഓരോ മെസ്സേജ് വരുന്നത് ഗൈസ്, ഒന്നും നോക്കിയിട്ടില്ല ഞാൻ. അപ്പം ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് കാണാം. ഓക്കെ ഗൈസ്, ഞാൻ എൻ്റെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഞാൻ മുഖത്ത് ജസ്റ്റ് ഒന്ന് കടലമാവ് തേച്ചിട്ടുണ്ട് കേട്ടോ, കാരണം ചൂടാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം ഞാൻ കുളിക്കാൻ പോകാൻ നിൽക്കുകയാണ്. ഓക്കെ, കുളിച്ച് കഴിഞ്ഞിട്ട് കാണാം. ബൈ. അപ്പോൾ മുത്തുമണികളെ, ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി വന്നു കേട്ടോ. ഇവിടെ ഇപ്പോൾ 9:30 ആയിട്ടുള്ളൂ സമയം. എനിക്ക് 1 മണിക്കാണ് ഡ്യൂട്ടി പോട്ടെ. അപ്പോൾ അതുവരെ ഞാൻ കുറച്ച് നേരം അലാറം വെച്ചിട്ട് കിടക്കും. കാരണം ഞാൻ ഡൈമ ലൈഫിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് സുബൈസ്കാരം കഴിഞ്ഞിട്ട് അങ്ങനെ ശരിക്കും ഉറങ്ങിയിട്ടില്ല. മറ്റേത് ഞാൻ ഉറങ്ങലുണ്ട്, ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ എണീക്കലുള്ളൂ. നിസ്കാരം കഴിഞ്ഞിട്ട് കിടക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ കുളിച്ചിട്ട് പെട്ടെന്നൊരു ഓട്ടാക്കാറ്. അതിൻ്റെ അടി കൂടി ഒക്കെ വിളിക്കും, കാട് സംസാരിക്കും. പിന്നെ 1 മണി ഉള്ളത് 1:15 ആവും താഴത്തേക്ക് റെസ്റ്റോറൻറ്റിലേക്ക് എത്താൻ. അപ്പോൾ ഗൈസ് അങ്ങനെയൊക്കെയാണ്. ഞാനിനി കുറച്ച് നേരം കിടക്കട്ടെ. ഓക്കെ, കുറച്ച് നേരം കിടക്കും. അലാറം വെക്കണം, അലാറം വെച്ചില്ലെങ്കിൽ ഉണരൂല. പിന്നെ ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, കഴിക്കണം. പിന്നെ എന്താണ് ഗൈസ് വിശേഷം? ഓക്കെ, അപ്പം ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ കേട്ടോ. പുറത്തല്ല ചൂടാണ്. ഞാനിത് ക്ലോസ് ചെയ്തു. ഇത് ഇരുട്ടാക്കും. ഞാൻ ക്ലോസ് ചെയ്തിട്ട് ഇരുട്ടാക്കും, എന്നിട്ട് കിടന്നുറങ്ങും. കുറച്ച് നേരം കിടക്കും. ആ കാണുന്നത് എൻ്റെ കോട്ട കേട്ടോ. മുടിമെന്ന് വെള്ളം അങ്ങനെ ഒറ്റുന്നുണ്ട്. അപ്പോൾ ശരി, ഞാൻ ഈ ഡ്രസ്സൊക്കെ മാറ്റി പോകാൻ നേരത്തെ വീഡിയോ എടുക്കാം. ഹായ് ഗായ്സ്, ഞാനൊന്നും ഉറങ്ങിങ്ങാണ്ട് എണീറ്റ്. നല്ലോണം ഉറങ്ങിയിട്ടിട്ട് ഇനി ബാങ്ക് കുറച്ച് കഴിഞ്ഞാൽ കൊടുക്കും. ബാങ്ക് കൊടുത്ത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് മാറ്റിയിട്ട് ഞാൻ ജോലിക്ക് പോകും. ഇവിടെ ഇപ്പോൾ സമയം 12:12 കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഞാനിനി മുഖമൊക്കെ ഒന്ന് കഴുകണം, ഒന്ന് റീഫ്രഷ് ആവണം. ഉറങ്ങി എണീറ്റല്ലേ, അപ്പോൾ ഒന്ന് റീഫ്രഷ് ആവണം. ഓക്കെ, അപ്പോൾ പോവാൻ നേരത്ത് കാണാം. അപ്പോൾ ഗൈസ്, ഞാൻ ഇക്കാനോടൊക്കെ സംസാരിച്ചു. ആ ബെഡൊക്കെ ആകെ കൊളായി നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് ഇവിടുത്തെ യൂണിഫോമാണ് കേട്ടോ. കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഇവിടുത്തെ യൂണിഫോം. എൻ്റെ 2 ഷർട്ട് അതവിടെ കിടക്കുന്നത്. അപ്പം ഇനി നമുക്ക് ജോലിക്ക് പോവാം. അപ്പം സമയം 12:53 കറക്റ്റ് 1 മണിക്ക് എനിക്ക് അവിടെ എത്താം. അപ്പോൾ പോവാം. താക്കോലെടുക്കണം, മാതിരിമലുണ്ട്. അപ്പം നമുക്ക് പോവാ. ഒരു മിനിറ്റ്, ഡോർ തുറക്കട്ടെ. അപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യുക, ഇരുട്ടാവും. ലൈറ്റ് ഓഫ് ചെയ്യുക, പോവാം. വാല് പൂട്ടണം. വാല് പൂട്ടിയില്ലെങ്കിൽ ഇതാണ് എൻ്റെ ബാത്റൂം വരുന്ന നേരെ ഇപ്പം തന്നെയാണ്. പോടട്ടെ, 1 മിനിറ്റ്. ഇവിടെ ലൈറ്റ് ഉണ്ട്. പൂട്ടിയിട്ട് താക്കോല് ഞാൻ എൻ്റെ കയ്യിൽ വെക്കലാണ്. എൻ്റെ റൂമത്തെ താക്കോല് എൻ്റെ കയ്യിലും. ഉള്ളിൽ പോക്കറ്റിന് എന്തെങ്കിലും മറന്നോ? ഒന്നും മറക്കാനൊന്നുമില്ല. ഓക്കെ, പോവാ. അപ്പോൾ ഗൈസ്, ഇതൊരു ഹാളാട്ടോ. അപ്പുറത്താണ് എൻ്റെ ഫ്രണ്ടിൻ്റെയും റൂം. ഫ്രണ്ട് പറഞ്ഞാൽ ഓളോളെ ഹസ്ബൻഡും ഉണ്ട് കേട്ടോ.
ഈ റൂമിൽ ആരുമില്ല. റൂമിൻ്റെ കാരൊക്കെ ഉണ്ടാവാറില്ല, നോക്കലൊന്നുമില്ല. എനിക്കത് നോക്കാനൊന്നും നേരമില്ല. കാരണം എനിക്ക് എൻ്റെ തന്നെ ഉണ്ട് ഒരുപാട്. അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരതൊന്നും നോക്കുന്നില്ല. ഈ ഡോറ് ഉള്ളിൽ നിന്ന് തുറക്കുക, പക്ഷെ പുറത്തുനിന്ന് തുറക്കണമെങ്കിൽ താക്കോൽ വേണം. താക്കോൽ കിട്ടും, എല്ലാവരുടെ അടുത്തും ഒരു താക്കോലുണ്ടാവും. സെറ്റ്. അപ്പോൾ ഇവിടെ രണ്ട് ലിഫ്റ്റ് ഞാൻ രാവിലെ പറഞ്ഞില്ലേ, അത് തുറന്നു നോക്കാം. ഏത് ഫസ്റ്റ് തുറന്ന് നോക്കാം. തുറക്കാൻ നോക്കാം. ഇത് തുറന്നാൽ മതി എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇതാട്ടോ, ഞാൻ കണ്ടോ ഒരുപാട് പേര് ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കണ്ടേ ചോദിച്ച ഒരുപാട് പേര് ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കണ്ട. ഞാൻ അത്രയും സേഫായിട്ടുള്ള സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. എന്നിട്ട് മറ്റുള്ളവർ അത് പറഞ്ഞത് പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേൾക്കുന്നുണ്ട്. ഓക്കെ, എന്തിനാണ് ഒരാളെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കണേ? തുറക്കണം, ഭാഗ്യം തുറന്ന ഭാഗ്യം, അല്ലെങ്കിൽ സ്റ്റക്കാവും. വെയിറ്റ് ചെയ്യുന്നതാണ് ദേഷ്യം. അത് വരുന്നുണ്ട്, കാരണം കണ്ടോ താഴോട്ടാണ് ആരോ വരുന്നുണ്ട് കുറേ. ഇപ്പം ഞാൻ ഉള്ളത് 16ാമത്തെ നിലയാണ്. പിന്നെ മുകളിൽ ഒരുപാടുണ്ട്, എത്ര 20 ഉണ്ട് തോന്നുന്നുണ്ട് നിലകൾ. അപ്പോൾ ചെറിയ പേടെന്ന് വെച്ചാൽ ചിലപ്പോൾ ദുആ ചെയ്യണം കേട്ടോ. നിങ്ങളെല്ലാവരും എപ്പോഴും ദുആയിൽ ഉൾപ്പെടുത്തണം. ഓക്കെ, ഞാൻ നല്ല മനസ്സോടു കൂടിയാണ് സൗദിയിലോട്ട് വന്നിട്ടുള്ളത്. ഒരു വീട് വെക്കണം എന്നൊക്കെ, പക്ഷെ എത്രത്തോളം എത്തിയിട്ടില്ല. ആൾ കയറാണ്ട്. അപ്പോൾ താഴത്തുനിന്ന് ഒരാൾ കയറാണ്ടായിരുന്നു 13ാമത്തെ നിലയിൽ നിന്ന് സ്റ്റാഫുകൾ. ഇവിടെ ബോയ്സ് മൊത്തം 13ാമത്തെ നിലയിലാട്ടോ. ബാക്കി ഞാനും പിന്നെ നേഹയുടെ ഫാമിലി ഹസ്ബൻഡ് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ 16ാമത്തെ നിലയിലാണ്. കയറി പോകട്ടെ. ഒരു ആരോ വരുന്നുണ്ടോന്നുണ്ട്. ഓരോ സ്റ്റോപ്പ് ഓരോരുത്തർ നിൽക്കുമ്പോൾ അവിടെ സ്റ്റക്കാവും. ആ നെയ്യല് കാണുന്നത് അവിടുത്തെ റെസ്റ്റോറൻറ്റത്തെ ബംഗാളിയാട്ടോ. ഇനി അതിന് കമ്മിറ്റിട്ടുണ്ട്. ലിസ്റ്റിൽ വേറെ ഏതോ ഒരുത്തനെ കണ്ടു, അങ്ങനെ പറയാൻ നിൽക്കണ്ട. മറ്റുള്ളവർ നന്നാവണത് കണ്ണിക്കടിയുള്ള ആളുകൾ ഒരുപാടുണ്ട്. ഞാനിങ്ങനെയാണ്, എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്. എനിക്കെൻ്റെ മക്കളുണ്ട്, ഹസ്ബൻഡ് എന്നുള്ള ബോധം നല്ലോണം ഉണ്ട്. അതോട് കൂടെ തന്നെയാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്. ഓക്കെ, ബൈ ഹായ് കറോ, ഹായ്, താങ്ക് യു. അപ്പോൾ അത് നമ്മളവിടുത്തെ ക്ലീനിങ് ചെയ്യണ ഭാര്യ കേട്ടോ. അപ്പോൾ അത് എനിക്ക് നല്ലോണം അറിയാം. ബോധത്തോടു കൂടെ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, ഷോപ്പിലോട്ട് എത്താനായി. ഓക്കെ, ഈ ഇല്ലാത്ത കഥകൾ പറഞ്ഞിട്ടാക്കുമ്പോഴേ ഭയങ്കര വിഷമമുണ്ട്. ഓക്കെ, ഞാൻ അപ്പോൾ ഗൈസ് നമ്മളെ ജ്യൂസ് സെക്ഷനിൽ രാവിലെ കാണിച്ചു തന്നതാ. ബൈ. എല്ലാവരും നല്ല സ്വഭാവം കേട്ടോ. ഇനി ഇതൊക്കെ കാണുമ്പോൾ ചില ആൾക്കാർ അറിയാം, ഓള് ആണുങ്ങളോട് വർത്താനം പറഞ്ഞു, അവരോട് സംസാരിച്ചു. ആണുങ്ങളോട് സംസാരിച്ചാൽ എന്താണ്, ഭൂമി പൊളിഞ്ഞു വിടും ഇല്ലല്ലോ. ബൈ. ജ്യൂസ് അവക്കാടോ. അപ്പോൾ എനിക്ക് ജ്യൂസൊക്കെ തരും കേട്ടോ. എന്നോട് ഇവിടെ ഞാൻ ജോലി ചെയ്യണോണ്ട് എനിക്ക് എന്ത് വേണമെങ്കിൽ കഴിക്കാം. എനിക്ക് നല്ല എല്ലാവർക്കും ഉള്ളത് എന്താണുള്ളത് അത് കഴിക്കാം. ഇവിടെ അങ്ങനത്തെ റൂളും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ബൈ പ്ലീസ്. അവക്കാടോ ജ്യൂസ്. ബൈ. ഭയങ്കര വലിയ പണിയിലാണ്. ഇത് കൗണ്ടറാട്ടോ, ആ ഭാഗത്ത് കാണുന്ന കൗണ്ടറാണ്. ഞാൻ ഇവിടുന്ന് ഒരു തമ്മേലിന് സെറ്റ് ചെയ്തെടുക്കട്ടെ. ഇതിൻ്റെ ജ്യൂസ് ബായ് റെഡിയാക്കി തന്നിട്ടുണ്ട്. ഞാനിത് കുടിക്കുകയാണ്. ജ്യൂസ് റെഡി. അടിപൊളി, സൂപ്പർ ടേസ്റ്റ്. ഓക്കെ, ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്. പ്രായം ഒരുപാട് കസ്റ്റമർ ഉണ്ട് കേട്ടോ.
മേലെ ഇപ്പോൾ ഒരു ഫാമിലി സെക്ഷൻ മേലെയാണ്. അപ്പോൾ മേലെ ഒരു കസ്റ്റമർ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഡ്യൂട്ടിക്ക് ഇറങ്ങി. ഇനി ഞാൻ ഉച്ചക്ക് ഫുഡ് കഴിക്കൂലേ, ആ സമയത്ത് കാണിക്കാം കേട്ടോ. ഓക്കെ, ബൈ. അപ്പോൾ ഗൈസ്, ഇപ്പോൾ വന്ന കസ്റ്റമർ മീൽസാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഞാൻ താഴെ പോയിട്ട് പറയണം. ഒരു മീൽസ് ഒരു ഹായ് പറയും. ഇത് കിച്ചണാട്ടോ, കിച്ചണിലുള്ള കാക്കയാണ്. ഈ കാക്ക ഒറ്റക്കല്ല, വേറെ കുറേ കാക്കാരുണ്ട്. മീൽസ് ഇട്ടോ ഒന്ന്. ഞാൻ ഓർഡർ പറഞ്ഞ് ഇനി മറ്റൊരു കൊണ്ടുവരും കേട്ടോ. ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ എടുക്കാമെന്നല്ല പറഞ്ഞിരുന്നത്, പക്ഷെ എടുക്കാണ്ട് വന്നു. അപ്പോൾ ജ്യൂസ് ഫിനിഷ് ആക്കിയിട്ട് ഇനി ഇങ്ങനെ തന്നെ. ഇപ്പോൾ കുറേ കസ്റ്റമർ വന്നിട്ടോ, മുകളിലോട്ടും വന്നു ഫാമിലീസൊക്കെ. തിരക്കാവുന്നതിനനുസരിച്ച് ആൾ കൂടിയതനുസരിച്ച് തിരക്കാവും. ഓക്കെ, അപ്പോൾ ഇനി ഫുഡ് കഴിക്കുമ്പോൾ എന്തായാലും കാണിക്കാം. മണികളെ സോറി, ഞാൻ ഫുഡ് കഴിക്കണമൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല തിരക്കേനു. അതുകൊണ്ടാണ് ഞാൻ ഫുഡ് കഴിക്കണമൊന്നും എടുക്കാൻ കേട്ടോ. ഞാൻ ആ തിരക്ക് ഒഴിഞ്ഞിൻ്റെ അടിയിൽ കൂടിയാണ് ഞാൻ ഫുഡ് കഴിച്ചത്. പിന്നെ ഞാൻ വേഗം ഇങ്ങോട്ട് പോരുക ചെയ്തത്. റൂമൊക്കെ പോന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ചാക്കി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇക്കാനൊക്കെ ഒന്ന് വിളിച്ച് ഇവിടെ ഇങ്ങനെ കിടക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇനി എനിക്ക് പോകേണ്ടത് 7:15 കേട്ടോ. കറക്റ്റ് 7:15 പോകണം. അപ്പോൾ അതുവരെ റെസ്റ്റ് എടുക്കും, കുറച്ച് നേരം കിടന്നുറങ്ങും. ഇന്ന് ഉച്ചക്ക് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇനി വൈകുന്നേരം കാണാം. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഓരോ ദിവസം. ചില സമയത്ത് നല്ല തിരക്കാവും, നേരെ വൈകിട്ടേക്കാരം വരിക. വ്യാഴം, വെള്ളി, ശനി നല്ല തിരക്കാട്ടോ. നല്ല തിരക്കാണ്. രാവിലെയും രാത്രിയൊക്കെ തിരക്കാണ്. അപ്പോൾ ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. ഞാൻ കഴിച്ചത് ചോറും സാമ്പാറും മീൻ പൊരിച്ചത് കുറേ ഒന്നുണ്ട്. മീൻ പൊരിച്ചതും പിന്നെ ഉള്ളിൻ്റെ സുർക്കല്ലേ, ഉള്ളി സുർക്ക, അതും കഴിച്ചു. അങ്ങനെ ഓക്കെ, അപ്പം ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ കേട്ടോ. ഞാൻ ഉറങ്ങി എണീറ്റു, നിസ്കാരം കഴിഞ്ഞ് ഇപ്പോൾ അതാ ഡ്രസ്സ് മാറ്റി. ഇനി കോട്ടും കൂടെ ഇടാണ്ട് അതിനിടയ്ക്ക് എനിക്ക് പെട്ടൊന്ന് ശരിയാക്കാണ്ട് ബ്ലാങ്കറ്റ് മടക്കി വെക്കാണ്ട്. അപ്പോൾ ഉറങ്ങി എണീറ്റിപ്പോൾ ഒരു എന്താ പറയുക, ഭയങ്കര സ്പീഡ് ബാത്റൂം കുഴലും മോൻ കഴുകലും നോക്കലും ഒക്കെ പടയിരുന്നു. എന്താ വെച്ചാൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ നേരെ സ്പെസിറ്റ് കടന്നുറങ്ങിയാൽ മതി. കിടന്നാൽ അവിടെ പഠിക്കും. ഇൻഷാ അല്ലാഹ് ഞാൻ നാട്ടിൽ വന്നാൽ എന്തായാലും തിരിച്ചിങ്ങോട്ട് തന്നെ വരും കേട്ടോ. കാരണം നല്ല ജോലിയാണ് മക്കളെ, എന്താ പറയുക, നല്ല ജോലിയാണ്. എന്നെ കുറ്റപ്പെടുത്താനും കളിയാക്കാനും ഒരുപാട് പേരുണ്ട്. ഓരോന്നും അഭിപ്രായം നോക്കണില്ല. എൻ്റെ ഒരു ആഗ്രഹമാണ് വീട്. അപ്പം ഞാനത് ഇൻഷാ അല്ലാഹ് നിറവേറണം. വീട്ടൊക്കെ സെറ്റാക്കി വെച്ചു. ഞാൻ തലക്കണി കവറൊക്കെ തിരുമ്പിക്കണം. ഞാൻ ഒരു മിനിറ്റ് ഫോൺ തുറക്കട്ടെ. ഓക്കെ, തലക്കണി കവറൊക്കെ ഞാൻ തിരുമ്പിക്കണം ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് തലക്കണിയിൽ കവർ ഇടാത്തത്. ഞാൻ കണ്ട പുറത്തത്തെ വ്യൂ തുറന്നാൽ ഫുള്ള് കാണും. വലിയ ജനലാണ്, വലിയ ജനലുണ്ട്. ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ആ വേറെ പറ്റും മറങ്ങി നിൽക്കുക. പ്രാക്കളൊക്കെ പോകുന്നുണ്ട്. ഇതൊരു വിമാനം പോകുന്നുണ്ടോ, കാണണ്ട നിങ്ങൾക്ക്? പോണ് വിമാനം പോകണുണ്ടോ? അവിടെ അടുത്താണ് എയർപോർട്ട്, തൊട്ടടുത്ത എയർപോർട്ട്. അപ്പം നമുക്ക് താഴെ പോവാ. ഇനി ചായ കുടിക്കണം. ഇനി രാത്രി തിരക്കോട്ട്. ഞാൻ ഷോക്സ് ഇടട്ടെ കേട്ടോ. സ്റ്റാഫാണ്, നല്ല സ്വഭാവമാണ്. ഓക്കെ, അപ്പം ഞാനിത് ക്ലോസ് ചെയ്തു. എ സി ഓഫാക്കി പെർഫ്യൂം അടിക്കാട്ട്. 2 മുട്ടായി ഉണ്ട്. ഇത് ഇവിടുത്തെ എക്ലെയറാണ്. നമ്മളെ നാട്ടിലത്തെ എക്ലെയറാന്ന് എത്ര ഉള്ളൂ. ഇത് നല്ല ടേസ്റ്റും ഉണ്ട് ഗൈസ്. ഇത് എനിക്ക് വെറുതെ ഇട്ടത്. എങ്ങനെ വെച്ചാൽ കുറേ കിട്ടി. ആ കവറിൽ ഇഷ്ടംപോലെ ഉണ്ട്. കുറേ പറഞ്ഞാൽ ഒരു 15 എണ്ണത്തിലേറെ ഉണ്ടാവും. അതിൽ കുറച്ച് ഞാൻ കഴിച്ചു.
ഇടയ്ക്ക് കഴിക്കാൻ ആഗ്രഹം ഉണ്ടാകുമ്പോൾ. ഇത് ഇവിടുത്തെ എക്ലെയർ കേട്ടോ. എവിടുന്ന് കിട്ടിയെച്ചാൽ എനിക്ക് ഇവർ കോട്ട് വാങ്ങിച്ചെന്നു, യൂണിഫോം വാങ്ങിച്ചെന്നു. സ്കാർഫിൻ്റെ പർദ്ദൻ്റെ സ്കാർഫാട്ടോ. അപ്പോൾ സ്കാർഫ് ഞാൻ വേറെ വാങ്ങിയിട്ടില്ല, ഞാൻ നാട്ടിൽ പോയിട്ട് വാങ്ങണം. അപ്പോൾ ഈ കോട്ടും ഉള്ളിലിട്ട ഷർട്ടും പാൻറ്റൊക്കെ ഇവർ വാങ്ങിച്ചെന്നാണ്. അപ്പോൾ ഇതിൻ്റെ സൈസ് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഇത് എന്തായാലും ടൈലർ അടുത്ത് കൊണ്ട് ശരിയാക്കണം. അപ്പോൾ അങ്ങനെ ടൈലർ അടുത്ത് പോയപ്പോൾ ടൈലർ മലയാളിയാണ്. അപ്പോൾ അവർ വരുന്ന എല്ലാ കസ്റ്റമർക്കും ചോക്ലേറ്റ് കൊടുക്കും, മിഠായി കൊടുക്കും. അങ്ങനെ ആ കൂട്ടത്തിൽ എനിക്ക് കുറേ കിട്ടി. ഞാനും എൻ്റെ ഫ്രണ്ട് നേഹിയും കൂടെ പോയിന് കേട്ടോ ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇത് ശരിയാക്കി. ഇനി ഡ്യൂട്ടിക്ക് പോവാം. സമയം 7:12 7:15 ഞാൻ പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഡോറ് ക്ലോസ് ചെയ്തിട്ട് നേരത്തെ പോലെ തന്നെ പോയി. ഇനി ഞാൻ അങ്ങോട്ട് വീടെടുക്കില്ല കേട്ടോ, അതോടുകൂടെ വൈൻഡപ്പ് ചെയ്യാണ്. ഷോപ്പിലെത്തിയതിന് ശേഷം ഞാൻ വൈൻഡപ്പ് ചെയ്യാം. ഇവിടെ ലൈറ്റ് ഇടട്ടെ. ഓക്കെ, ലൈറ്റ് ഓഫ് ആക്കി. അപ്പോൾ ക്ലോസ് ചെയ്യാം. 4 പൂക്കൾ എൻ്റെ പോക്കറ്റിൽ വെക്കും. അപ്പം ഭദ്രമായി അവിടെ കിടക്കും. ഈ മുട്ടായി ഞാൻ പോക്കറ്റിൽ വെക്കും. അപ്പം ഞാൻ പോവാണ് ഗൈസിൻ്റെ ഇവിടുത്തെ ബാൽക്കണി. എൻ്റെ ബെഡ്ഷീറ്റൊക്കെ തിരുമ്പിട്ടാണ് ഞാൻ വന്നപ്പോൾ വിരിച്ചതാണ്. അപ്പോൾ കുറേ ദിവസം ചെയ്തിട്ട് ഞാൻ ഇലക്കിട്ടാ, അതും തലക്കണി കവറും. പിന്നെ ഞാൻ വേറെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പോവാം. ക്ലോസ് ചെയ്യാം, അവർക്ക് ബുദ്ധിമുട്ടാക്കണ്ട. അപ്പോൾ ഇനി പോവാ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഷെഫ് പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ ഈ ലിഫ്റ്റിൽ ഉണ്ടാവും. ഞാൻ വാ തുറന്നൊക്കെ എന്നെ ഷെഫ് വന്നു. അതിൽ പോകാൻ പേടി എനിക്ക്. അതിൽ പോണില്ല, അത് ചിലപ്പോൾ കുടുങ്ങും. അപ്പം അതിലാണ് നല്ലത് ഇതിൽ പോകണം. എനിക്ക് ആ പേടിയാണ്. എപ്പോഴും പോകില്ല, എപ്പോഴേലൊക്കെ പോകുള്ളൂ അതിൽ. അത് ഭയങ്കര ഡേഞ്ചറാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഇതിലേ പോകുള്ളൂ. ഇവിടെ ഇപ്പോൾ ഇതൊക്കെ വലിയൊരു ഈച്ച ഉണ്ടല്ലോ. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ലിഫ്റ്റ് ഓപ്പണായി. ഇതൊന്നും ഷോ ഓഫ് അല്ല ഗൈസ്, ഇതൊക്കെ എൻ്റെ യൂട്യൂബിൽ കാണിക്കണം തോന്നിയോണ്ട് കാണിച്ചാട്ടോ. ചില ആൾക്കാർ കമൻറ്റ് ഇടുന്നു ഷോ ഓഫാണ്, അങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതെന്നൊക്കെ. മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് നമ്മൾ അതിന് മറുപടി കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മറുപടി കൊടുക്കാൻ നേരം ഉണ്ടാവുള്ളൂ. ലിഫ്റ്റ് കയറി ഇറങ്ങിപ്പോണ്. ഈ ഉറവ് ഭയങ്കര ഷാഡൊക്കെ നോക്കി ഫേസ് നോക്കി. നല്ല അറബിണ്ട് ഉണ്ട്. ഞാൻ ഡ്യൂട്ടിക്ക് പോവാണ്, ചായ കുടിക്കും. സമയമായി ഇറങ്ങുമ്പോൾ ഞാനിനി ഡ്യൂട്ടിക്ക് പോവുകയാണ്. ആളുകളുണ്ട്. ഞാനിപ്പോൾ ചായ പറഞ്ഞിട്ട് ചായപ്പെടുക്കും. ചായ ഞാൻ നിർത്തിട്ടോ. കടി എന്തള്ളേ? ചായക്ക് കടിയുള്ളത് പുറത്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. പഴംപൊരി ഉണ്ട്, വെട്ട് കേക്ക് ഉണ്ട്, ഉള്ളിവട ഉണ്ട്, എന്തൊക്കെയോ ഐറ്റംസ്. ഇതെന്താ സാധനം? ഇതെന്താ? അപ്പോൾ ഞാൻ എന്തൊരു സാധനം പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് കുടിച്ചു, അല്ലാതെ തിന്നു.
അത് സാധനം ഏ ഇറാനി പോള. ഇറാനി പോള ഗൈസ്. ഇതാണ് ഇറാനി പോള. ഞാൻ ഉണ്ടാക്കലുണ്ട് വീട്ടിൽ, വേറെ രീതിയിൽ ഉണ്ടാക്കുന്നത്. അത് കഴിക്കട്ടെ. ചാടിട്ടു വ്ളോഗ് യൂട്യൂബിൽ. അപ്പോൾ ഗൈസ് ഞാൻ ചാടിട്ട് കഴിഞ്ഞു. ഞാൻ എൻ്റെ നേരെ മുകളിലോട്ട് പോവാണ്. നിസ്കരിക്കണം. ഒരു മിനിറ്റ് നിസ്കരിക്കണം ഗൈസ്. അപ്പോൾ ഞാൻ അവിടെ വെക്കണം. അപ്പോൾ ശരി കേട്ടോ. അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യാനായി.